നിങ്ങൾ രണ്ടുപേരും രണ്ട് വാഹനത്തിലാണല്ലോ ഇവിടെ വന്നത്. തിരിച്ചു പോകുന്നത് ഒരു വാഹനത്തിൽ. ഞാനൊരു സന്ദേശം പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ, രണ്ട് മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവർ. നിങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി ഒന്ന്, പക്ഷെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ മറക്കരുത്. ഈ നിലയിൽ നിങ്ങൾ എത്തിയതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനമാണ്, അവരുടെ കഷ്ടപ്പാടാണ്. ഒരുപക്ഷെ പല കാര്യത്തിലും നിങ്ങൾ മാതാപിതാക്കളെക്കാൾ അഡ്വാൻസ്ഡ് ആയിരിക്കും, വിദ്യാഭ്യാസത്തിൽ, കഴിവിൽ, അറിവിൽ. പക്ഷെങ്കിൽ അവരെ മറക്കരുത്, എന്നും അവരെ ഓർക്കുക. അവർ നിങ്ങളുടെ പിന്നിലുണ്ട്. അവരുടെ കണ്ണുനീരാണ്, അവരുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ഈ നിലയിലെത്തിച്ചത്. പ്രായമേറുമ്പോൾ അവർക്ക് ശരീരത്തിൻ്റെ ബലഹീനതകളുണ്ടാകാം. അവർ പറയുന്നത് പലതും നിങ്ങൾക്ക് അരോചകമാകാം. എങ്കിലും ഓർത്തോണം, എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ പപ്പായ, എൻ്റെ മമ്മിയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, നിങ്ങൾ ഇന്നൊരു പുതിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കണം, പുറകെ രണ്ട് വണ്ടികൾ വരുന്നുണ്ട്. ജോബിൻ്റെ മാതാപിതാക്കൾ, അഖിലയുടെ മാതാപിതാക്കൾ, അവർക്ക് നിങ്ങളുടെ അത്രയും സ്പീഡില്ല. അവർ അല്പം സ്ലോ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം, കൂട്ടത്തിലുണ്ടോ, എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയോ. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും നിങ്ങൾ അവരെ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, അവരാണ് നിങ്ങളെ ഈ നിലയിലെത്തിച്ചതെങ്കിൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് തുടർന്നും ആവശ്യമാണ്. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, കർത്തൃദാസന്മാർ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും മക്കൾക്ക് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളാണ്. അവരുടെ കണ്ണ് നനയാൻ ഇടവരരുത്. അവർ നാളുകൾ നിങ്ങളെ ഓർക്കുമ്പോൾ, ഞങ്ങൾക്ക് നല്ലൊരു മകനെ കിട്ടി, മകളെ കിട്ടി, ഈ സന്തോഷം അവരുടെ ഉള്ളിലുണ്ടാകണം. വലിയവനായ കർത്താവ് നിങ്ങൾക്ക് അതിനിട വരുത്തിട്ട് കർത്താവിൻ്റെ വരവോളം അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ വലിയവനായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.